പ്രതിഭാഗം പ്രധാനമായും പറഞ്ഞത് ഈ ഒരു ശാരീരിക അവസ്ഥ, അതായത് ഈ പരിക്ക് പറ്റിയതിന് ഒപ്പം തന്നെ ദുരുദ്ദേശത്തോടെ ആയിരുന്നില്ല ഈ ഒരു പ്രതികരണം എന്നുള്ളതായിരുന്നു. ഒപ്പം തന്നെ ലൈംഗിക ചുവയോടുള്ള സംസാരമല്ല, ഒരു സെക്ഷലി കളേർഡ് ആയിട്ടുള്ള റിമാർക്കല്ല ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്നടക്കമുള്ള കാര്യങ്ങളാണ് അവർ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചത്. എന്നാൽ അതിനെ ശക്തമായി തന്നെ എതിർക്കുകയാണ് പ്രോസിക്യൂഷൻ ചെയ്തിരുന്നത്. പ്രോസിക്യൂഷൻ പ്രധാനമായും പറഞ്ഞത് ഇതൊരു സെക്ഷലി കളേർഡ് റിമാർക്ക് എന്നുള്ളത് തന്നെയാണ്. ഈ വീഡിയോ വന്നതിന് ശേഷം ഇത് വ്യാപകമായി തന്നെ പ്രചരിപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. പലയിടത്തും അങ്ങനെ മോശം കമൻറ്റുകൾ ഉണ്ടായി. അത് ഈ നടിക്ക് വലിയ വേദന ഉണ്ടാക്കി. പരിപാടി കഴിഞ്ഞ അമ്മ തന്നെ വിളിച്ച് പരിപാടിയുടെ കോർഡിനേറ്ററോട് ഇക്കാര്യം പറഞ്ഞിരുന്നു എന്നുള്ള കാര്യങ്ങളടക്കമാണ് പ്രോസിക്യൂഷൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഒപ്പം തന്നെ പരാതി വായിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഹണി റോസിന്റെ പരാതി എന്താണോ ആ പരാതി കൃത്യമായി തന്നെ വായിച്ചുകൊണ്ട് കോടതിയുടെ ശ്രദ്ധയിൽ കൂടുതൽ കാര്യങ്ങൾ പെടുത്താനുള്ള ശ്രമങ്ങൾ കൂടിയാണ് ഇപ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ജിമ്മിന്റെ ഉദ്ഘാടനത്തിൽ പോയപ്പോൾ അവിടെയും വന്നു. ജാങ്കോ സ്പേസ് എന്ന ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അനാവശ്യമായി തന്റെ പേര് പറഞ്ഞു. അതായത് ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനലുകളിലൂടെ അടക്കം വലിയ രീതിയിലുള്ള അധിക്ഷേപം ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ള സാഹചര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല, ജാമ്യം നിഷേധിക്കണം, റിമാൻഡ് വേണമെന്നുള്ള നിലപാട് തന്നെയാണ് പ്രോസിക്യൂഷൻ എടുത്തിരിക്കുന്നത്. അതിൽ പ്രധാനമായും നേരത്തെ പ്രതിഭാഗം മുന്നോട്ട് വെച്ചിരുന്ന പല രീതിയിലുള്ള വാദങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് അതിൻ്റെ ഒരു തെളിവുകൾ, അതായത് ഹണി റോസ് അന്ന് സമൂഹ മാധ്യമങ്ങൾ ഫേസ്ബുക്കിൽ ആ പരിപാടിക്ക് ശേഷം പങ്കുവച്ച ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇതിനിടയിൽ കൂടിയാണ് ഇത്തരത്തിലൊരു പരാതി ലഭിക്കുന്നത്. അത് അസ്വാഭാവികമാണ്. 4 മാസങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന പരാതി, അത് ചില സംശയാസ്പദമായ സാഹചര്യമാണ് ഉള്ളത് എന്ന കാര്യമടക്കമാണ് പ്രതിഭാഗം കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നത്. അതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ വിശദമായി തന്നെ വാദം പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ജിമ്മിന്റെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ അവിടെയും ബോബി ചെമ്മണ്ണൂർ വന്നു. ജാങ്കോ സ്പേസ് എന്ന ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അനാവശ്യമായി തന്റെ പേര് പറയുന്നു. അതായത് അന്ന് ആ പരിപാടിയിൽ അത്തരത്തിലൊരു പരാമർശം നടത്തുന്നു. അതിനുശേഷം അത് വിവാദമാകുന്നു. അത് വിവാദമായതിനു ശേഷവും തുടർച്ചയായി തനിക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾ തുടരുകയാണ് ബോബി ചെമ്മണ്ണൂർ ചെയ്തിരുന്നത് എന്നുള്ളതാണ്. അത് തെളിവടക്കം കടക്കുന്നില്ല, മറിച്ച് പരിശോധിക്കുന്നില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. റിമാൻഡ് ഈ ഒരു ഘട്ടത്തിൽ ആവശ്യമാണോ എന്നാണ് പരിശോധിക്കുന്നതെന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ്. ഇന്നലെ കസ്റ്റഡിയിലെടുത്തതാണ്. അതിനുശേഷം തന്നെ ഡിജിറ്റൽ തെളിവുകൾ അടക്കം അന്വേഷണ സംഘം കളക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുപാധികളും അനുസരിക്കാമെന്ന് പറയുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യതയിലേക്കാണോ പോകുന്നത് ഇതുവരെയുള്ള ഒരു വാദങ്ങൾ വിലയിരുത്തുമ്പോൾ? കേസിന്റെ മെറിറ്റിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്കാണ് കോടതി എത്തിയിരുന്നത്. അവർ പ്രധാനമായും അതിൽ ജഡ്ജി തന്നെ വ്യക്തമാക്കിയിരുന്നത് നിലവിൽ റിമാൻഡ് വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനുള്ള വാദമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറം കേസിന്റെ ഒരു മെറിറ്റിലേക്ക് പോകുന്നില്ല. അതൊരു പക്ഷേ ജാമ്യാപേക്ഷ വരുന്ന സമയത്തോ അതുമായി ബന്ധപ്പെടുത്തി മാത്രം നടത്തിയാൽ മതിയാകും. അതിനപ്പുറം പോകേണ്ടതില്ല. അതായത് കേസിന്റെ മെറിറ്റിലേക്ക് പോകാതെ തന്നെ റിമാൻഡ് എന്ന കാര്യത്തിൽ ഊന്നിയുള്ള ഒരു വാദമാണ് ഇപ്പോൾ പ്രധാനമായും കോടതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശരീരം വർണ്ണിക്കുന്നത് കുറ്റമാണെന്ന സമീപകാലത്തെ ഹൈക്കോടതി ഉത്തരവ് കൂടി ഹാജരാക്കിയിരിക്കുകയാണ് പ്രോസിക്യൂഷൻ എന്നുള്ളതാണ്. നേരത്തെ ഏതൊക്കെ രീതിയിലാണോ ഇത് ഒരു ദുരുദ്ദേശത്തോടെ അല്ലാത്ത പ്രതികരണമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ, പ്രത്യേകിച്ച് അശ്ലീല ചുവയുള്ള ഒരു സംഭാഷണം അല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ പ്രതിഭാഗം നടത്തിയ നീക്കങ്ങളെ ശക്തമായി തന്നെ എതിർക്കുന്നതാണ്, നഖശികാന്തം എതിർക്കുന്നതാണ്, പ്രോസിക്യൂഷൻ എതിർക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ റിമാൻഡ് ആണോ ജാമ്യമാണോ എന്നുള്ളത് വളരെ വേഗത്തിൽ തന്നെ തീരുമാനിക്കുന്നതാണ്. അതിനധികം കാലതാമസം ഉണ്ടാവുകയില്ല. പക്ഷേ ഇപ്പോഴും ഇവിടെ വാദം തുടരുന്നു എന്നുള്ളതാണ്. ഏകദേശം 1 മണി കഴിഞ്ഞപ്പോൾ ആരംഭിച്ച വാദമാണ്. അത് 3/4 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിട്ടും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായി തന്നെ എന്തൊക്കെയാണോ ഈ ജാമ്യം ലഭിക്കാൻ വേണ്ടി പ്രതിഭാഗം എന്തൊക്കെ കാര്യങ്ങളാണോ ചൂണ്ടിക്കാട്ടുന്നത് അതിനെ ശക്തമായി തന്നെ എതിർത്തുകൊണ്ട് തെളിവുകളുമായിട്ട് ചില ഹൈക്കോടതി ഡയറക്ഷൻ അടക്കം പരാമർശം അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് പ്രോസിക്യൂഷൻ നിലയുറപ്പിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. അതായത് ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ബോബി ചെമ്മണ്ണൂർ ഒളിവിൽ പോകാൻ
സാധ്യതയുണ്ട് എന്നുള്ള കാര്യം റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കും. അതിനാൽ 41 നോട്ടീസ് പ്രകാരം വിളിപ്പിക്കേണ്ട കാര്യമില്ല. അതിനാലാണ് അറസ്റ്റ് സ്വാധീനമുള്ള ആളാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷന്റെ ശക്തമായ വാദങ്ങളാണ് ഇപ്പോൾ നമുക്ക് കോടതിയിൽ കാണാൻ കഴിയുന്നത്. പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുന്ന കാര്യം ഇതാണ്. ബോബി ചെമ്മണ്ണൂർ ഒരുപക്ഷെ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ, വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തില്ലായിരുന്നെങ്കിൽ ബോബി ചെമ്മണ്ണൂർ ഒളിവിൽ പോകുമായിരുന്നു. അപ്പോൾ അവിടെ ഈ CRPC അതായത് നോട്ടീസ് 41 പ്രകാരം നോട്ടീസ് നൽകുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. അതിന് പ്രസക്തിയില്ല. അറസ്റ്റ് തന്നെയാണ് ഇവിടെ മുഖ്യമെന്നുള്ള നിലപാടാണ് പ്രോസിക്യൂഷൻ സ്വീകരിച്ചിരിക്കുന്നത്. അതിനാൽ 41 നോട്ടീസ് നൽകി 41 നോട്ടീസ് നൽകി പ്രകാരം ആ നോട്ടീസ് നൽകിക്കൊണ്ട് വിളിപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് അറസ്റ്റിലേക്ക് പോയത് എന്നുള്ളതാണ്. സ്വാധീനമുള്ള ആളാണ്, സാക്ഷികളെ സ്വാധീനിക്കാൻ, തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്നായി ഇത് മാറും. അതായത് പ്രമുഖ വ്യവസായിയാണ്, കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന പ്രമുഖ വ്യവസായിയാണ്. അങ്ങനെ വ്യവസായിയായിട്ടുള്ള ഒരാൾ ജാമ്യത്തിൽ പുറത്ത് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യത കൂടും. അത് പണത്തിൻ്റെ തന്നെ, അതായത് അത്തരത്തിൽ പണത്തിൻ്റെ സ്വാധീനത്തിൽ തന്നെ പല കാര്യങ്ങളും ഈ വ്യവസായിക്ക് ചെയ്യാൻ കഴിയും. സാക്ഷികളെ സ്വാധീനിക്കാൻ കഴിയും. ഒരു പക്ഷേ ഈ കേസ് തന്നെ തേച്ച് മാറ്റി കളയാൻ കഴിയുമെന്നുള്ള ഒരു കാര്യം കൂടി, അത്തരത്തിലൊരു വാദം കൂടിയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. പരാമർശങ്ങൾ ആവർത്തിക്കുന്നു. ജാമ്യം നൽകിയാൽ നീതി ലഭിക്കില്ല എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ പ്രധാനമായും പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. പരാമർശങ്ങൾ ആവർത്തിച്ചുകൊണ്ട് തന്നെ